നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. ഇതൊരു 10th ലെവൽ മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/2023 ആണ്. ബാക്കി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ പഠിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. അതിലൊന്നാമത്തത് ആനന്ദമഠം, നിലദർപ്പൺ, ഗീതാഞ്ജലി, രംഗഭൂമി കുറഞ്ഞ പുസ്തകങ്ങൾ കിടപ്പുണ്ട്. അതിൻ്റെ എഴുത്തുകാരെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓൺലി നാലാമത്തെ, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ശരിയില്ലാത്തത് എന്തായിരുന്നു? ഓപ്ഷൻ എ, രംഗഭൂമി, പ്രേംചന്ദ്, ബംഗാൾ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പഠിച്ചു വെക്കാം. ആനന്ദമഠം അതാരുടെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്, ബംഗാളിലാണുള്ളത്. അതായത് ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് നീൽദർപ്പൺ, ദീനബന്ധു മിത്ര, നീൽദർപ്പൺ, ദീനബന്ധു മിത്ര, ബംഗാൾ. നെക്സ്റ്റ് ഗീതാഞ്ജലി, രവീന്ദ്രനാഥ് ടാഗോർ. ഇത് മൂന്ന് നമുക്ക് ശരി ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമുക്കത് പഠിച്ചിട്ട് അറിയാവുന്ന ഓപ്ഷൻസ് ആയിരിക്കാം അല്ലേ. മാർക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ശരിയില്ലാത്തവയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എഴുതുന്നവർക്കൊക്കെ ഇതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ചോദ്യം എന്താണ്? പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ അത്രയും ഓപ്ഷൻസ് 1, 2, 3, 4 വായിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ നാലാമത്തതാണ് നമുക്ക് ശരിയില്ലാത്തത്. സോ ഇതിവിടെ കിടക്കുന്നുള്ളൂ. 4 കിടപ്പില്ലേ ശരിയില്ലാത്തവ. അപ്പോൾ അത് ഓപ്ഷൻ എ ആണ്. ഇത് മാർക്ക് ചെയ്യണം. ഓപ്ഷൻ എ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ ആനന്ദമഠം, ബങ്കിമാണ്, നീൽദർപ്പൺ, ദീനബന്ധു മിത്രയാണ്, ഗീതാഞ്ജലി, രവീന്ദ്രനാഥ് ടാഗോറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടത്? ചേരിചേര പ്രസ്ഥാനം, സിയോണിസ്റ്റ് പ്രസ്ഥാനം, ജൂത ജനകീയ പ്രസ്ഥാനം, ജൂത വിമോചന പ്രസ്ഥാനം. ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക ലക്ഷ്യത്തോട് വന്നത്? ഏതാണത്? അതായത് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞ ആരാണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ ജൂതരെയും സിയോണിസ്റ്റുകാരെയും കൂടി കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഓൺലി 2. നെക്സ്റ്റ്, പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, മാവോ സേ തൂങ്ങുണ്ട്. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, അതായത് മൂന്നാമത്തേത്. സൂര്യ താഴെയാണ്. രണ്ടും നോക്കണേതാണ് മുസോളിനി അല്ലേ. ഇതിൻ്റെ ആൻസർ വന്നപ്പോഴാണ് അയ്യോ ഇതല്ലല്ലോ എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, സോറി. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതവർ നമുക്ക് മുസോളിനി അല്ലേ. നമുക്കറിയാം പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. അത് മുസോളിനിയാണ്. സ്ത്രീക്ക് മാതൃത്വം പറയുന്നത് മുസോളിനിയാണ് പറയുക. സ്ത്രീക്ക് മാതൃത്വം പോലെ എന്ന് പറഞ്ഞ ആരാണ്? മുസോളിനിയാണ്. പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെ എന്ന് പറഞ്ഞ ആരാണ്? മുസോളിനിയാണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് എന്ത്? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് എന്ത്? ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം അതെവിടെയാണ് വന്നേക്കുന്നത്? ആൻസർ ഏതാണ്? നമുക്ക് പതിറ്റു 10 പതിറ്റു 10 ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ്. ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന സാധനം എന്താണ്? അപ്പോൾ പതിറ്റു 10. ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം പതിറ്റു 10. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിത്രമാണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിത്രമാണ്. ഏത് ആൻസർ? രണ്ടാമത്തെ, മൂഷക വംശ മഹാകാവ്യം. ബി ആണ് കേട്ടോ. മൂഷക വംശ മഹാകാവ്യം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വംശീയ വലി ചരിത്രം ഉണ്ടോ? വംശീയ വലി ചരിത്രമാണ് മൂഷക വംശ മഹാകാവ്യം.
15 നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടേക്കുന്നത്. പ്രധാനപ്പെട്ട വംശീയവലി ചരിത്രമാണിത്. മൂഷക വംശ മഹാകാവ്യം. വംശീയവലി ചരിത്രമാണിത്. മൂഷക വംശ മഹാകാവ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതിൽ രണ്ടാമത്തതാണിത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പരസ്പര ബന്ധമില്ലാത്ത തിരിച്ചറിയുക അല്ലേ. അപ്പോൾ നോക്കാം. വാഗൺ ട്രാജഡി, പുന്നപ്ര സമരമുണ്ട്, സവർണജാഥ, ചിത്രപ്രവേശന വിളംബരം. ഇവിടെ ആൻസർ നമുക്കത് വരിക ഓപ്ഷൻ സി ആണ്. ബന്ധമില്ലാത്തവ ആരൊക്കെയാണ്? ഓപ്ഷൻ സി 3ഉം 4ഉമാണ് ബന്ധമില്ലാത്തവ അല്ലേ. സവർണജാഥയും വിളംബരവുമാണ് ബന്ധമില്ലാത്തത്. ഇവിടെ നോക്കാം. വാഗൺ ട്രാജഡി എന്താണ്? മലബാർ കലാപം 1921. അതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ഫാക്ട്സ് എപ്പോഴും ചോദിക്കുന്ന വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. നെക്സ്റ്റ് ഇത് പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക് അല്ലേ. അമേരിക്കൻ മോഡൽ പുന്നപ്ര വയലാർ 46 പുന്നപ്ര വയലാർ സമരം 46. വാഗൺ ട്രാജഡി 21 അല്ലേ. വാഗൺ ട്രാജഡി, മലബാർ കലാപം 21, പുന്നപ്ര സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിലാണത് 46. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് താഴെ പറയുന്ന 4 പ്രസ്താവനയിൽ നിന്നും ശരിയായവ മാത്രം കണ്ടെത്തുക. അതിൻ്റെ ആൻസർ നമുക്കെന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണ്? രണ്ടാമത്തതും 4ഉം. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന് 80% ഗ്രാമീണ റോഡാണ്. പിന്നെ ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേ അതിൻ്റെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് വൈവിധ്യമാർന്ന സ്റ്റേഷനിൽ നിന്നും സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ യോജിച്ച പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയാണ് കേട്ടോ. നോക്കി വെക്കുക. ഒന്നാമത്തെ ഉഷ്ണമേഖല ഇടപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം, ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ. ഉഷ്ണമേഖല ഇടപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം. പിന്നെ വരുന്നതോ മഹാനദി, ഗോദാവരി നദികളുടെ ഉത്ഭവ പ്രദേശം. പിന്നെ മൂന്നാമത്തേത് ധാതുക്കളുടെ കലവറ. ഇതിനെപ്പറ്റി പറയുന്ന ഇവിടെ ഉപദ്വീപീയ പീഠഭൂമി. ഒന്നുകൂടെ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമി എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. പിന്നെ മഹാനദിയും ഗോദാവരിയും വരുന്ന അവരുടെ ഉത്ഭവ പ്രദേശമാണ്. പിന്നെന്താ? ധാതുക്കളുടെ കലവറ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ കറക്റ്റ് നോക്കി വെക്കണം. നെക്സ്റ്റ് ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഏതാണത്? കൽക്കരി. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? കൽക്കരി. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? വന്ദേ ഭാരത് പദ്ധതി ബന്ധപ്പെടാത്തത് ഏതാണ്? എല്ലാം. അപ്പം ഓൾ ദി എബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം ഏതാണ്? സെപ്റ്റംബർ 10 ഓസോണും സെപ്റ്റംബറും ഓർത്ത് വേണേ ഇരിക്കുക കേട്ടോ. സെപ്റ്റംബർ 16 ഒന്ന് ഓർക്കാം. നെക്സ്റ്റ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതാണ്? എല്ലാം നെൽകൃഷി ബന്ധപ്പെട്ട ഓൾ ഓഫ് ദി എബോവ് എ ആണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. നെൽകൃഷി ഓർക്കുമ്പോൾ എക്കൽ മണ്ണ് കൂടി ഓർക്കുക. ഖാരിഫ് ചോദിക്കുന്നുണ്ട്, എക്കൽ മണ്ണ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 2ഉം 3ഉം ശരിയാണ്. അതായത് 74-78 കാലയളവിൽ നടക്കുന്നതാണ് 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ഗരീബി ഘടാവോ വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു അല്ലേ. ഗരീബി ഘടാവ് എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ അല്ലേ വരിക. അപ്പോൾ ഈ 5 പറയുമ്പോൾ പദ്ധതി എന്ന് പറയുമ്പോൾ 5 മാത്രം പഠിക്കരുത്. അതിൻ്റെ കൂടെയുള്ള 2 ഇപ്പോൾ ട്രെൻഡിങ്ങായി ചോദിക്കുക 2ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ഓക്കെ, അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കുക. ഇവിടെ 5 പറയുമ്പോൾ 78ആണ്. 5 74ആണ് കേട്ടോ. 4 + 5 5 ഓർത്താൽ മതി. 4 കഴിഞ്ഞ് 5 75 5 ഓർക്കാമല്ലോ. അപ്പോൾ 74 ഓർക്കുക. 74 78 പദ്ധതി. ഗരീബി ഘടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇന്ദിരാഗാന്ധിയെ വരിക അവിടെ സമയത്ത്. നാഷണൽ ഹൈവേ സംവിധാനം. അപ്പോൾ 5 പഠിക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്? ഈ 25-24 വരുന്നേക്കുന്ന എപ്പോഴും വ്യവസായമാണ് ചോദിക്കുക. 2. നെക്സ്റ്റ് വരുന്നത്
91 സാമ്പത്തിക സർവേ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതല്ല. 91 സാമ്പത്തിക പരിഷ്കരണമാണ്. ആൻസർ എന്താണ് വരിക? 1, 2 ശരിയാണ്, 3 ശരിയല്ല അല്ലേ. 91 എന്ന് പറയുമ്പോൾ സാമ്പത്തിക പരിഷ്കരണമാണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, മിക്കവാറും കാണാറുണ്ട് അല്ലേ. അത് LD പോലുള്ള എല്ലാം കണക്കും സയൻസും ഇംഗ്ലീഷും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അല്ലേ, പ്രിലിംസ് അല്ലാത്തവരൊക്കെ ഇത് കാണാറുണ്ട്. അപ്പോൾ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണം എന്ന് തിരിച്ചു. അതായത് സാമ്പത്തിക നയങ്ങൾ, സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ എന്നിങ്ങനെ ഗ്രൂപ്പുകളെ തിരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികളെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇത് 91 സാമ്പത്തിക നയങ്ങളെക്കുറിച്ചാണ് ഈ സംഭവം പറയുക. സ്ഥിരീകരണ നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്, സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും പറയുന്നുണ്ട്. ഇത് രണ്ടും ഈ പോയിൻറ്റ്സ് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് താഴെ പറയുന്ന ജോഡികളിൽ ശരി അല്ലാത്തത് ഏതാണ്? ശരി അല്ലാത്തവ ഏതാണ്? സഹകരണ ബാങ്ക് LIC ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ. ബാക്കിയൊക്കെ ശരിയായ ബാങ്കുകളുടെ ബാങ്ക് RBI ആണ്. വാണിജ്യ ബാങ്ക് SBI ആണ്. പുതുതലമുറ ബാങ്ക് ICICI ആണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് ലിസ്റ്റ് 1 കൊടുത്തേക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം എഴുതി വെക്കുക എന്നുള്ളതാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ C ആണ്. ലിസ്റ്റ് 1ഉം C വരുന്നത്. അത് ഗതാഗതം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഗതാഗതം തൃതീയ മേഖല, ഇതും ഫസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നതാണ് അല്ലേ. ഗതാഗതം തൃതീയ മേഖല, പിന്നെ മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല അല്ലേ. ഇത് കൃഷിയും മത്സ്യബന്ധനമൊക്കെ പ്രാഥമിക മേഖലയാണ്. ഇവിടെ നോക്കാം, ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല അല്ലേ. ഇതും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ്. പഞ്ചവത്സര പദ്ധതികളും സാമ്പത്തിക പരിഷ്കരണങ്ങളും അതാണ് ഇല്ലേ, അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഒന്ന് കൃത്യമായി പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? അലോഹധാതുക്കൾ, ആൻസർ ഓപ്ഷൻ C ആണ്. അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്ന എവിടെയാണ്? ഇതിൻ്റെ പൊതുവീയ അപ്പോൾ അലോഹധാതുക്കൾ ശരിയല്ലാത്ത ചോദിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന അലോഹധാതുക്കളെക്കുറിച്ച് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയല്ലാത്ത എഴുതാൻ പറ്റുകയുള്ളൂ. സോ അറിയാവുന്ന പഠിച്ചു വെക്കണം. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ ഒന്നുകൂടി, അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൈക്കയാണ്, നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ, മൈക്കയാണെന്ന് അറിയാവുന്ന കാര്യം. അപ്പോൾ അലോഹധാതുക്കളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു വെച്ചെങ്കിൽ മാത്രം നമുക്ക് ശരിയല്ലാത്തവ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ B ആണ്. ശരിയല്ലാത്തവ ഇതാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ B ആണ് ശരിയല്ലാത്തവ. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ B ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, നീതി ആയോഗിനെ കുറിച്ചുള്ളവ നോക്കാം. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായതാണ് ഈ നീതി ആയോഗ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുന്നത് നീതി ആയോഗിൻ്റെ പ്രധാന ഉദ്ദേശ്യമാണെന്നുള്ളതാണ് ആൻസർ വരിക. പിന്നെന്താണ്? സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തുക. ഇതിൻ്റെ പോയിന്റുകൾ നോക്കി വെക്കണം. സഹകരണ ഫെഡറലിസം എന്നുള്ള പോയിന്റ് വളർത്തിയെടുക്കുക എന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്ത് വെച്ചേക്കാം അല്ലേ. വിശ്വാസയോഗ്യമായ പദ്ധതി രൂപീകരിക്കുക എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ എപ്പോഴും ചോദിക്കുക എന്താണ്? 15 ജനുവരി 1-ാം തീയതി എന്നുള്ളതും നീതി ആയോഗിനെ പറ്റി ഓർത്ത് വെക്കുക. അടുത്തത് 2022 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ B ആണ്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, അതുപോലെ പഞ്ചാബ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പ് കൊടുക്കുന്നത്? അവസര സമത്വം എന്താണ്? 16 ആണ് അവസര സമത്വം. 16 അവസരങ്ങൾ 16ാമത്തത്. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഇവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. റാഫേൽ വാങ്ങിയത് ഫ്രാൻസിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. നെക്സ്റ്റ്, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്?
മൂന്നാം ഭാഗത്താണ് വരുന്നത്. നിർദ്ദേശ തത്വങ്ങളിലാണ് വരിക. എവിടെയാണ് വരിക? നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്നൊക്കെ സംഭവമില്ലേ, ക്ഷേമരാഷ്ട്രം വരിക എന്നൊക്കെ സംഭവമുള്ളത് എവിടെയാണ്? നിർദ്ദേശമാണ്. അപ്പോൾ ഗാന്ധി നിർദ്ദേശിച്ചു എന്ന് ഓർത്തിരുന്നാൽ മതി, നിർദ്ദേശ തത്വങ്ങളിലാണത് വരിക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദിച്ചിട്ടുണ്ട്? ആമുഖം നമുക്കറിയാം എത്ര പ്രാവശ്യമേ ഉള്ളൂ? ഒറ്റ പ്രാവശ്യം, 42 ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഭേദഗതി ചെയ്തേക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണത്? ഒന്നാമത്തതും മൂന്നാമത്തതും നോക്കാം. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമുക്ക് ഓർത്തിരിക്കും അല്ലേ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഒരു 5 വർഷമായിരിക്കും അംഗങ്ങൾ എന്നുള്ളതാണ്. ഇവിടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണവ. ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ്. 1, 2 ശരി, 3 തെറ്റാണ് അല്ലേ. ഇത് രണ്ടും ശരികളാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് എപ്പോഴും ചോദിക്കുന്നത് ചോദ്യമാണ് കേട്ടോ. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് എപ്പോഴും. ഇനി അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ച്. അവിഭക്ത ഇന്ത്യ എന്ന് പറയുമ്പോഴില്ലേ, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റ്സും പഠിക്കുക. ഈ ചോദ്യം എപ്പോഴും ചോദിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചെന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടുത്തെ എന്താണ് ശരിയായ പ്രസ്താവന? ഓക്കെ, നെക്സ്റ്റ്, നഗരങ്ങളിലെത്ത സ്ത്രീകൾക്ക് കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ലഭ്യമാക്കുന്ന സർക്കാരിൻ്റെ പദ്ധതി അല്ലേ. നഗരങ്ങളിൽ എത്തുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി സർക്കാരിൻ്റെ പദ്ധതി ഏതായിരുന്നു? എൻ്റെ കൂട്. ഇപ്പോൾ അതിനൊക്കെ മറ്റ് പല പേരുകളിലുമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തത് എൻ്റെ കൂട് എന്നുള്ള ഈ ചോദ്യോത്തരം എൻ്റെ കൂടാണ്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുമ്പോൾ എവിടെയാണത്? തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് കമ്മീഷൻ്റെ അധ്യക്ഷനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ, ആസൂത്രണം അതിൻ്റെ അധ്യക്ഷനാരാണ്? മുഖ്യമന്ത്രിയാണ് കേട്ടോ, മുഖ്യമന്ത്രിയാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണത്? മെഡിസെപ്പ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മയായിരുന്നു. 23 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പി സതീദേവിയാണ്. തെറ്റായ പ്രസ്താവനകത്ത് ഏതാണ് അല്ലേ? ഈ 3 ഏത് തെറ്റായ പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം. ഏതാണത്? രണ്ടാമതല്ലേ. നെക്സ്റ്റ് വരുന്നത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 22 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? അത് ആൻ്റണി ഡൊമിനിക്. നെക്സ്റ്റ്, നെഫ്രൈറ്റിസ് മനുഷ്യരിടത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഏത് രോഗത്തെ ബാധിക്കും? എതിനെയാണ് അത് ബാധിക്കുക? എതിനെയാണ്? വൃക്ക അല്ലേ. വൃക്കയുടെ ചെറിയ യൂണിറ്റ് നെഫ്രോൺ എന്ന് ഓർത്താൽ മതി. അപ്പോൾ നെഫ്രൈറ്റിസ് കിട്ടും. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതാണ് തെറ്റായ പ്രസ്താവന പിത്തരസത്തെക്കുറിച്ച്? ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. 1, 3 പിത്തരസം നമുക്കറിയാം വൃക്ക ഉൽപ്പാദിപ്പിക്കുക, അതെല്ലാമെന്നറിയാം. പിന്നെ പിത്തരസം അനജത്തെ വിഘടിപ്പിക്കുന്നത് രണ്ടും അല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ നമുക്കെന്തറിയാം? പിത്തരസം ഇല്ലേ, കള്ളിൻ്റെ അവിടെ പക്വാശയമുണ്ട് അല്ലേ, കള്ളിന് ചേർന്ന ഭാഗം അവിടുന്ന് പിത്താശയം, ഗാൾ ബ്ലാഡർ എന്നൊക്കെ ഓർത്തിരിക്കണം. പിത്താശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത് അല്ലേ? പിത്തരസം. പിന്നെ പിത്തരസത്തിൽ എൻസൈമുകളില്ല, അതൊക്കെ അറിയാം. പിത്താശയം ഓർക്കുക, നമ്മുടെ ചെറുകുടൽ കഴിഞ്ഞിൻ്റെ ഇടയ്ക്കത്തെ ഭാഗമല്ല, പക്വാശയത്തിൻ്റെ ആ ഭാഗത്താണ് പിത്താശയം സ്ഥിതി ചെയ്യുക. അവിടെ നിന്നാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചും പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വിറ്റമിൻ എയുടെ തുടർച്ചയാഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? സുറഫ്താൽമിയ. നമുക്ക് പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്താണ്? പ്രമേഹ ദിനം നവംബർ 14. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ഓപ്ഷൻ
ശരിയായി രീതിയിൽ യോജിപ്പിച്ചാൽ മാത്രം ഏതൊക്കെയാണ് ഇല്ലേ. ഇവിടെ ഓപ്ഷൻ സി ആണ്. നമ്മൾ ഉത്തരം വായിക്കുമ്പോൾ ആ പൈനൽ ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി ഒക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടേണ്ടത്? ശരിയായ രീതി യോജിപ്പിച്ചേക്കുന്നത് മാത്രം എഴുതിയാൽ മതി നമ്മൾ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വേണം? 1, 4 ആണ് നമ്മുടെ വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. ഈ പീനൽ ഗ്രന്ഥി മെലറ്റോണിനാണ് അല്ലേ. പിന്നെന്താ നാലാമത്തത്? അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോളുമാണ് അല്ലേ. തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് അറിയാം, അതല്ല ആരായിരുന്നു? തൈറോക്സിനാന്നൊക്കെ പറയും അല്ലേ. ആക്നെ ഗ്രന്ഥി എവിടെ വരിക? ഈ ഇൻസുലിൻ വരുന്നത് അല്ലേ. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിനും ഗ്ലൂക്കോഗോണും വരുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ്? തൈറോക്സിനാണ് വരിക. അപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും നമുക്ക് എഴുതാൻ പറ്റും. അവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായത് ഏതൊക്കെയാണ്? പൈനൽ ഗ്രന്ഥി മെലറ്റോണിനുമാണ്, അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോളും ആണ്. ഇനി എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? എലിപ്പനി. ഇവിടെ വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസ്. അതിലേതാണ് അല്ലേ. ഉദ്ദേശിക്കുന്ന ആൻസർ കിട്ടണമെന്നില്ല, നമ്മൾ കൂടെ കൊടുത്തേക്കുന്നതിൽ ശരിയും നമുക്ക് എഴുതി വെക്കണം. അപ്പോൾ എന്താണ്? ബാക്ടീരിയയാണ്. ഇനി കാർസാപ്പ് എന്ന കർമ്മ പദ്ധതി എന്ന് സമർപ്പിക്കപ്പെട്ടു? കാർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ അല്ലേ എന്നാണ് വന്നത്. 2018 ഒക്ടോബറാണ്. നെക്സ്റ്റ് 22 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം അല്ലേ. പരിസ്ഥിതി ദിനമാണെന്ന് ഓർക്കുക. ആര് വന്നു? സ്വീഡനാണ്. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വായിച്ച് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ഇത് രണ്ടും നോക്കിയിട്ട് എ കൊടുത്തേക്കുന്ന ശരി ഒന്ന് മാത്രം ശരി, 2 മാത്രം ശരി, 2ഉം ശരി, 2ഉം തെറ്റ്. നമുക്ക് വായിച്ചിട്ട് വേണം. അപ്പോൾ 2ഉം വായിക്കണം, വായിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 2 പ്രസ്താവനകളും ശരിയാണ്. ആരെക്കുറിച്ചുകൂടെ പറയുന്നത്? കോൺവെക്സ് ദർപ്പണത്തെക്കുറിച്ചാണ് പറയുക അല്ലേ. അപ്പോൾ അത് കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ദർപ്പണം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ പഠിച്ചു വെച്ചിട്ട് കോൺവെക്സ് ദർപ്പണം എന്താണ്? മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നതാണ് അല്ലേ. പിന്നെ അതെപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. കോൺവെക്സ് ദർപ്പണം എപ്പോഴും മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെയോ അതെപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും അല്ലേ. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുക. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയ ശാസ്ത്രതത്വം അല്ലേ. മണ്ണുമാന്തി യന്ത്രം. ഈ കഴിഞ്ഞതിലും ഈ നിയമങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ. അത് ആ വാതക നിയമം എന്ന് പറയുന്ന സംഭവത്തിലൊക്കെ വരുന്നതായിരിക്കും. പാസ്കൽ നിയമമൊക്കെ വരത്തില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്കും. അപ്പോൾ ഇവിടെ എന്താ നോക്കാം. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയ ശാസ്ത്ര തത്വം എന്താണ്? ഏത് തത്വമാണ്? പാസ്കൽ നിയമം ഇവിടെ അല്ലേ. മണ്ണുമാന്തി യന്ത്രം പാസ്കൽ. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. മണ്ണുമാന്തി യന്ത്രം എന്താണ്? പാസ്കൽ നിയമമാണ്. നെക്സ്റ്റ്, 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങ് ആയിരിക്കും? എത്ര മടങ്ങ്? 4 മടങ്ങ്. മനുഷ്യനെ സ്പേസിലെത്തിക്കുന്നതിനുള്ള ISRO പദ്ധതിയുടെ പേര് എന്താണ്? ഗഗൻയാനാണ്. അടുത്തത്, ഗുരുത്വതത്വങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാരാണ് അല്ലേ. ഗുരുത്വതത്വങ്ങളാണ് അല്ലേ. ഗുരുത്വതത്വങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ് ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ. ഗുരുത്വം അല്ലേ. അപ്പോൾ ഗുരുത്വമൊക്കെ ഓർക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. കണക്ട് ചെയ്ത് ഓർക്കുക. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3 ഇലക്ട്രോണ്, 3 പ്രോട്ടോണ്, 4 ന്യൂട്രോൺ അല്ലേ. ലിഥിയം 7ഉം 3ഉം താഴെ നമുക്കറിയാം. 4, 3, 7 അല്ലേ. അപ്പോൾ ഓർത്താൽ മതി. 4 ഇലക്ട്രോണ്, 3 പ്രോട്ടോണ്, 4 ന്യൂട്രോൺ. ലിഥിയം പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, പീരിയോഡിക് ടേബിളിനെ പറ്റി പ്രസ്ഥാനം വായിച്ച് ഉത്തരം നോക്കുക. എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിന് വലിപ്പം കൂടുന്നു. പിന്നെയോ ഒരു പീരീഡിൽ നിന്നും വലത്തോട്ട് പോകും തോറും ലോകസ്വഭാവം കൂടുന്നു അല്ലേ. പീരീഡിനെ പറ്റിയാണ് പറയുക. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം. ആൻസർ നമുക്കതാ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്നും താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി, ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്ന ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. നെക്സ്റ്റ്, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അറിയാം, എപ്പോഴും ചോദിക്കുക. ബോക്സൈറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആരാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഒരു അക്വേറിയത്തിൻ്റെ ചുറ്റിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുന്തോറും അല്ലേ ഏതാണ്? വായുമർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം അല്ലേ. ഇത് വന്നേക്കുന്ന ലോയാണ് ചോദിച്ചത് അവിടെ പ്രാവശ്യം. വായുമർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കുറയുന്നു അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഇത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോയും കൂടെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ തനത് രൂപം ഏതാണ്? നൃത്തരൂപമാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. നൃത്തരൂപം ഏതാണ് എന്ന് പറയുമ്പോൾ
തല നൃത്തരൂപം ഏതാണ്? കേരളത്തിൻ്റെത് മോഹിനിയാട്ടമാണ്. തെറ്റിപ്പോകല്ലേ, മോഹിനിയാട്ടം. രാജ രവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്ത എന്താണ്? സൃഷ്ടിയാണ് അല്ലേ, വരച്ചിട്ടുള്ള ചിത്രരചനക്കാരനാണ്. ഓർത്തുട്ട സൃഷ്ടികൾ ഓർക്കുക. സ്ത്രീ വീട്ടുന്ന സ്ത്രീയുണ്ട്, ഹംസവും ദമയന്തിയുണ്ട്, ഉപമയുടെ തമസ്യയുണ്ട്, വിശ്വാമിത്രനുണ്ട്, മേനകയും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ശ്രീനാഥ് ഏതാണ്? സൃഷ്ടിയല്ലാത്ത ഉപമയുടെ തപസ്യയിൽ ഇദ്ദേഹത്തിൻ്റെ നമുക്കറിയാം. രാജരവിവർമ്മയുടെ ചിത്രങ്ങളെക്കുറിച്ച് ഒക്കെ നോക്കി വെച്ചേക്കണം, എങ്കിലും നമുക്ക് ഇത് ഹംസം ദമയം നമ്മൾ കാണാം അല്ലേ. സ്ത്രീയെ നമുക്കറിയാം, മറ്റേത് ഒരു കൺഫ്യൂഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതാണെന്താ ആൻസർ? ഇതാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി. വിവർത്തനം ചെയ്യാൻ പോയത് ആരാണ് ഇവിടെ? വള്ളത്തോളാണ് കേട്ടോ. വള്ളത്തോളാണ് വിവർത്തനം ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ്, കപട ലോകത്തിൽ എന്നുടെ കാപ്പട്ടിയും സകലരും കാണുന്നതാണ് പരാജയം അല്ലേ. കപട ലോകത്തിൽ എന്നുടെ കാപ്പട്ടിയും സകലരും കാണുന്നതാണ് പരാജയം. സകലരും കണ്ടാലേ കുഴപ്പമുള്ളൂ. അതാര് പറഞ്ഞു? ആരാ പറഞ്ഞത്? കുഞ്ഞുണ്ണി മാഷ പറയും. അദ്ദേഹമാണ് അങ്ങനെ പല കാര്യങ്ങളും അല്ലേ പറഞ്ഞു തരുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ആര്? ചൂർണി എന്ന് വിളിക്കുന്ന ആരെയാണ്? പെരിയാറാണ്. ചൂർണി, പെരിയാറാണ് ചൂർണി. പെരിയാറും ചൂർണി അല്ലേ, വെച്ചാലും പഠിക്കട്ടോ. ക്രിക്കറ്റിന് ഉത്ഭവം ഏത് രാജ്യമാണ്? ക്രിക്കറ്റിന് ഉത്ഭവം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടാണ്. ക്രിക്കറ്റ് അവരുടെ ആത്മകഥ തുടിക്കുന്ന താളുകൾ. തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ്? തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ. താളുകൾ ചങ്ങമ്പുഴയ്ക്കാണല്ലേ, താള് ചങ്ങമ്പുഴയുടെ താള് കേട്ടോ. എവിടെയാണ്? പുഴയുടെ തീരത്തുള്ള താളുകൾ. ഓക്കെ. ഇനി വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനിൽ ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏത് പദ്ധതിയാണത്? അതിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് കൂട്ട് അല്ലേ, കൂട്ടെന്നുള്ള കൂട്ട്. ഇനി കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയ IT ആക്ട് 2000 ആൻഡ് 2008 സെക്ഷൻ പ്രകാരമാണ്. ഏത് സെക്ഷൻ പ്രകാരം ആൾമാറാട്ടം നടത്തുന്നത്? സെക്ഷൻ കുറ്റകരം ഏതാണ്? ഓപ്ഷൻ സി 66D കേട്ടോ. ആൾമാറാട്ടം RR ആണ്. ആൾമാറാട്ടം RRD ആണ്. ഓക്കെ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം, അങ്ങനൊരു മാസം ഉണ്ടല്ലേ, ഒക്ടോബറിലാട്ടോ അങ്ങനത്തെ മാസം. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നൊരു ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ടെക്സ്റ്റ് രൂപത്തിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏത് ഉപകരണത്തിൽ വഴിയാണ് നമ്മൾ കൊടുക്കുക? ഏതാണത്? കീബോർഡ് വഴി അല്ലേ, കീബോർഡ് വഴി. ഏത് തരംഗങ്ങളെയാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുക? ബ്ലൂടൂത്ത് അറിയാത്ത ആരുമില്ല. ഏത് തരംഗമാണ് അവിടെ ഉപയോഗിക്കുക? ഏത് തരംഗമാണ്? റേഡിയോ തരംഗം. നെക്സ്റ്റ്, ഒരു പ്രസ്താവന എയും ബിയും ഉണ്ട് അല്ലേ, ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ പറഞ്ഞ തെറ്റാണ്, ബി ശരി അല്ലേ. തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കണ്ടേ. ബി നോക്കാം, 6 നോക്കാം. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭകളുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് നമുക്ക് രണ്ടും വായിച്ചിട്ട് നമുക്ക് അറിയാവുന്ന മാത്രം നമുക്ക് എഴുതാൻ പറ്റുമോ ഇത് നോക്കുക. നെക്സ്റ്റ്, താഴെപ്പറഞ്ഞ പ്രസ്താവന ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവന മാത്രം എഴുതിയാൽ മതി. തെറ്റ് പ്രസ്താവന എഴുതി. അപ്പോൾ മൊത്തം ഒന്ന് വായിക്കണം. മൂന്നാമത്തെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ. 3 തെറ്റായ പ്രസ്താവന. അപ്പോൾ നോക്കണം, നമുക്ക് വായിക്കണോ? ഇത് വേണ്ട, ഇത് രണ്ടും നോക്കാം. പുതുക്കി ഉപഭോക്തൃ നിയമം അറിയാം 2019-20 ജൂലൈ 20 മുതൽ പ്രബലത്തിൽ വന്നു അല്ലേ. ഇതെപ്പോഴും ഈ ചോദ്യങ്ങൾ എപ്പോഴും ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. 10th ലെവലാണോ ഒരു ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച്, ദിനം എന്താണെന്നോ എല്ലാം അങ്ങ് ചോദിക്കും എന്തെങ്കിലും. നെക്സ്റ്റ്, നിയമം 2019 മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് നോക്കി വെക്കാം. അപ്പോൾ ഇതെപ്പോഴും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, 61 വയസ്സുള്ള എ എന്ന വിഭാവന വ്യക്തി തൻ്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹത്തിന് 28 വയസ്സ്, ഇസഡ് ആൺകുട്ടി എന്നിവർക്ക് തന്നെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവനായി തുല്യമായി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കുണ്ട് കടമ? എക്സിനും വൈക്കും കടമയുണ്ട് അല്ലേ. എക്സിനും വൈക്കും കടമയുണ്ട്. ഇനി 2 മക്കൾക്കും കടമയുണ്ടെന്ന് ഓർത്താൽ മതി. ഇനി ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 നമുക്കറിയില്ലേ. 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുക താമസ ഉത്തരവ് നിയമപ്രകാരം എന്തൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമാക്കുന്നത്? താമസ നിയമം ഉണ്ട് കേട്ടോ. നമുക്ക് ഗാർഹിക പീഡനം 2005 ഒക്കെ അറിയാം. 19 വകുപ്പ് എന്താണ്? താമസ ഉത്തരവ് പ്രകാരം ഓർത്താൽ മതി. അതിൻ്റെ പരാതിക്കാർക്ക് എന്തൊക്കെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും?
എന്ത് പരാതി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? അത് ഒന്നാമത്തെ എയും ബിയും, ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയും ബിയും കൊടുക്കുക. അതായത് പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്തവരിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിന് വിലയ്ക്കുള്ള ഉത്തരവ്. പിന്നെ പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യായപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. ഇത് രണ്ടും ഗാർഹിക പീഡനത്തിൻ്റെ 2005 19 വകുപ്പ് പ്രകാരം അവർക്ക് പരാതിക്കാരിക്ക് നിവർത്തിച്ച് കൊടുക്കുന്ന, മജിസ്ട്രേറ്റ് നിവർത്തിച്ച് കൊടുക്കാൻ പറ്റും. അവർക്ക് പരിഹാരമേ കൊടുക്കുന്ന കാര്യമാണ്. പരിഹാരം, നിവർത്തിക്ക് മീൻസ് പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? എപ്പോഴും ചോദിക്കുന്നത് അല്ലേ? കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാവുന്നല്ലേ? അറിയാം. കൊച്ചുകുട്ടിയല്ല, 18 വയസ്സിന് താഴെയുള്ള ആരും എന്താണ്? കുട്ടിയാണ്. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലുള്ളത് ആരാണ്? സംസ്കാര വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുക? സംസ്കാര വിദ്യാഭ്യാസം നമുക്കറിയാവുന്ന 29ഉം 30ഉം. നെക്സ്റ്റ് വരുന്ന മാത്സ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വായിച്ചിട്ട് ഓക്കെ, താങ്ക് യു.